ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്തായി? സെക്കൻഡ് ടൈം ആണ്. സെക്കൻഡ് ടൈമിൻ്റെ റിസൾട്ട് എന്താ? വാട്ട് ഈസ് ദ സെക്കൻഡ് ടൈം ഓഫ് ദ സീക്വൻസ്? 10 തന്നെയാണ്, വേറെ ഒന്നുമില്ല. S7 നോക്കി, S7 സം ഓഫ് 7 ടൈംസിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായിട്ട്? എ പ്ലസ് 3D ഈക്വൽ ടു എത്രയാണ് കിട്ടിയത്? 20 ആണ് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? ഫോർത്ത് ടൈമിൻ്റെയാണ്. അതിൻ്റെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എ കണ്ടുപിടിക്കണം. ഫസ്റ്റ് 3 ടൈംസ് ഓഫ് ദ സീക്വൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എ കണ്ടുപിടിക്കുക. ആദ്യം നമുക്ക് എ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? ഈ ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈമിനെ നമുക്ക് കുറയ്ക്കാം. അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം സബ്സ്ട്രാക്ട് ചെയ്യുകയാണ്. ഇത് ഇത്രയും കൂടെ നമ്മൾ ചെയ്യാം. എ പ്ലസ് 3D ഈക്വൽ ടു 20 മൈനസ് എ പ്ലസ് ഡി ഈക്വൽ ടു 10. നോക്കേ, 20 നിന്ന് 10 പോയി കഴിഞ്ഞാൽ എത്ര? 10. 3Dയിൽ നിന്ന് ഒരു ഡി പോയി കഴിഞ്ഞാൽ എത്രയാണ്? 2D. ഡി ഈക്വൽ ടു എത്രയാണ്? 2നെ അപ്പുറത്ത് കൊണ്ടുപോയി 10/2 വി ഗെറ്റ് 5. നിങ്ങളുടെ ഡിയുടെ വാല്യൂ എന്ത് കിട്ടി? 5 കിട്ടി. നിസ്സംശയം നമുക്ക് ഡി കിട്ടിക്കഴിഞ്ഞു. ഇനി എ കണ്ടുപിടിക്കാൻ പാടുണ്ടോ? എ കണ്ടുപിടിക്കതാ. എ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലോ, അതായത് ഇക്വേഷൻ നമ്പർ 1ലോ ഇക്വേഷൻ നമ്പർ 2ലോ ഡിയുടെ വാല്യൂ എടുത്ത് കൊടുത്താൽ മതി. ഡിയുടെ വാല്യൂ ഞാൻ എടുത്ത് കൊടുക്കുകയാണ്, ശ്രദ്ധിച്ചോണം. എ കണ്ടുപിടിക്കാനാണ് കേട്ടോ. ഇക്വേഷൻ നമ്പർ 1ൽ തന്നെ നമുക്ക് കൊടുക്കാം. എ പ്ലസ് ഡിയുടെ വാല്യൂ എത്ര? 5 ഈക്വൽ ടു 10. എ ഈക്വൽ ടു 5നെ ഈക്വലിനപ്പുറത്ത് കൊണ്ടുപോകും. പ്ലസ്സിൽ കിടക്കുന്നത് ഈക്വലിനപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറും? ആ സംഖ്യ ഉൾപ്പെടെ മൈനസ് ആയിട്ട് മാറും. 10 - 5 വി ഗെറ്റ് 5. നിങ്ങളുടെ റിസൾട്ട് എന്ത് കിട്ടി? എയുടെ വാല്യൂ 5 ആണ്. ഡിയുടെ വാല്യൂ നിങ്ങൾക്ക് 5 തന്നെയാണ് കിട്ടിയത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് സീക്വൻസ് എഴുതാനായിട്ട് പറ്റും. നമുക്ക് സീക്വൻസ് എഴുതാം. ഓക്കെ, ഇങ്ങോട്ട് ഞാൻ സീക്വൻസ് എഴുതാനായിട്ട് പോവുക. 3 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ 3 എണ്ണം എഴുതണം. നമുക്കെന്താ? ഒന്നാമത്തെ സീക്വൻസ് 5 കൂട്ടുക 10, 15 കഴിഞ്ഞു. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതായത് എയുടെ ആൻസർ എന്താണ്? നിങ്ങൾക്ക് 10. ബിയുടെ ആൻസർ എന്താണ്? നിങ്ങളുടെ ആൻസർ 20. സിയുടെ ആൻസർ എന്താണ്? നിങ്ങൾക്ക് ഇത് കിട്ടിയ അരിത്തമെറ്റിക് സീക്വൻസ് ആയ AS ഈക്വൽ ടു 5, 10, 15 കഴിഞ്ഞു.